അല്ല, കേരളത്തിലെ നേതാക്കൾ പുച്ഛിച്ചതാണോ? അതെ, പൊതുവെ ഇത് വളരെ ജെന്യുവനായിട്ടുള്ള ഒരു കോസാണ്, എല്ലാവരും ഏറ്റെടുക്കേണ്ട പ്രശ്നമാണ്. നേരത്തെ തന്നെ CPM-ൻ്റെ ജനറൽ സെക്രട്ടറി ഇവിടെ സന്ദർശിക്കുകയുണ്ടായി, മറ്റ് നേതാക്കന്മാരും വന്നിരുന്നു. ഞങ്ങളിപ്പോൾ ബാലഗോപാൽ പഴയ SFI അഖിലേന്ത്യാ പ്രസിഡൻ്റാണ്, ഞങ്ങളും SFIയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നവരാണ്. അപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒന്നിച്ച് ചേർന്ന് നിൽക്കേണ്ട നാടിൻ്റെ ഭാവിയെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്രയും ഗൗരവമായ പ്രശ്നം തുടർച്ചയായിട്ട് വീഴ്ചകൾ വരുന്നു. നീറ്റിൻ്റെ വീഴ്ച വന്നു, നെറ്റിൻ്റെ വീഴ്ച വന്നു, CBSEയുടെ ഓൺ സ്ക്രീൻ മാർക്കിങ്ങിൽ പുതിയ സ്കീം നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ അസ്വസ്ഥതകൾ വന്നു. എന്നിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കാനായിട്ട് മന്ത്രി തയ്യാറായില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ നടക്കുമ്പോൾ സമരം നിരാകാരമാണെങ്കിൽ 15 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി തന്നെ ഈ സമരത്തെ പിന്തുണയ്ക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരസ്ഥലം കൂടി സന്ദർശിച്ച് കേരളത്തിൻ്റെതായ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. കേരള നിയമസഭയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഒറ്റക്കെട്ടായി നീറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രമേയവും പാസ്സാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഓഫ് ടോപ്പിക്കാണ്, എന്നാലും ഇപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നൊരു ലേഖനം വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മുൻപ് സ്റ്റാഫിലുണ്ടായിരുന്ന ഇതിൽ തിരിക്കപ്പെട്ട തീരുമാനം എന്നുള്ള രീതിയിലൊക്കെ. ഇത് ബാലഗോപാലിന്റെ നീറ്റുമായി ബന്ധപ്പെട്ട് ശരി, തീർച്ചയായും. ഇപ്പോൾ ഈ ഇന്നത്തെ ഈ ഒരു സമരപ്പന്തലിൽ സന്ദർശിക്കാനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെ ഈ സന്ദർശിച്ചിട്ട് എങ്ങനെ വിലയിരുത്തുന്നു? ഈ ഒരു കാര്യത്തെ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നേരത്തെ പലരും പറഞ്ഞതാണ്. ഞങ്ങൾ മുൻപ് വിദ്യാർത്ഥികളായിരുന്ന സമയത്തും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിരുന്ന സമയത്തും ധാരാളം സമരങ്ങളിൽ വന്നിട്ടുണ്ട്. ഇടക്കാലത്ത് അരാഷ്ട്രീയവാദം വരുന്നു, വിദ്യാർത്ഥികളൊന്നും ഇതിൽ സജീവമല്ല എന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ വന്നെങ്കിലും ഇപ്പോൾ കാണുന്ന കാര്യം എന്താ, ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും മുന്നേ വരുന്നത്. സ്റ്റുഡൻസ് വളരെ സജീവമാണ്, സ്റ്റുഡൻസ് പലയിടത്തുനിന്നും വന്നു ചേരുന്നതാണ്. അപ്പോൾ ഇതിനൊരു അർത്ഥമുണ്ട്. ഇന്ത്യയിൽ ഈ BJP ഗവൺമെൻറ് എന്തെല്ലാം വർഗീയത പറഞ്ഞ ആളുകളെ ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചാലും അവർക്കെതിരായിട്ടുള്ള സത്യസന്ധമായ വിഷയങ്ങൾ ഉയർന്നു വരും. ഒരു വശത്തുകൂടി ഇപ്പോൾ ജീവനക്കാരെ പിരിച്ചുവിടുന്ന കാര്യമുണ്ടല്ലോ. ഇപ്പോൾ കോക്രോച്ചസ് എന്ന് പറഞ്ഞ് കളിയാക്കിയത് ചെറുപ്പക്കാരെ ആകെയാണ്, വിദ്യാർത്ഥികൾ മാത്രമല്ല, വിദ്യാർത്ഥികളാണ് മുൻകൈ എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ചെറുപ്പക്കാരെടുത്തു. ഇപ്പോൾ കേരളത്തിലുൾപ്പെടെ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ ആളെ പിരിച്ചുവിടുന്ന വാർത്ത നിങ്ങൾ വായിക്കുകയാണ്. മീഡിയ രംഗവും ഒക്കെ ഇതിൽ അപവാദമൊന്നുമല്ല. എല്ലാ മേഖലയിലും യാതൊരു ജോലി സ്ഥിരതയില്ല. വിദ്യാഭ്യാസത്തിനാണെങ്കിൽ കള്ളത്തരം കാണിച്ചു എന്ന് പിടിച്ചാൽ പോലും സർക്കാരൊന്നും ചെയ്യുന്നില്ല. അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. വർഗീയതയുടെ പച്ചയിലാണ് ആളുകളെ വിഘടിപ്പിച്ചുകൊണ്ടാണ് BJP ഗവൺമെൻറ് പൊക്കോണ്ടിരിക്കുന്നത്, മോഡി ഗവൺമെൻറ് പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷേ ജനങ്ങളത് വിടില്ല. നേരത്തെ കർഷക സമരം വന്ന് ഇതുപോലെ തന്നെയാണ്, സ്പോണ്ടേനിയസായി വന്നതാണ് എന്ന് കരുതി വലിയ സമരമായി മാറി. ഇതും ഇന്ത്യയിലാകെ ഈ അസ്വസ്ഥതയുണ്ട്. BJPയുടെ ഭരണം അങ്ങേയറ്റം ജനവിരുദ്ധമാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. ഈ സമരത്തിൻ്റെ ഗതി അതാണ് കാണിക്കുന്നത്. ഈ ഇഷ്യൂ എന്താണെന്നുള്ളതാണ്, ആര് സംഘടിപ്പിക്കും എന്നുള്ളതല്ല. ഇഷ്യൂസ് വളരെ സീരിയസ് ആണ്. അത് കേരള നിയമസഭ ഉൾപ്പെടെ നമ്മൾ യുനാനിമസായ പ്രമേയം പാസ്സാക്കിയിരുന്നല്ലോ ഈ നീറ്റിൻ്റെ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ വളരെ സീരിയസ് ആണെന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വളരെ വലിയ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന പല ചലനങ്ങളിൽ ഒരു പ്രധാന ചലനം തന്നെയാണ് ഈ സമരം. NTA-ക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ് CBI അന്വേഷണത്തിൽ. ഇല്ല, ഈ അന്വേഷണത്തിനകത്ത് ക്ലീൻ ചിറ്റ് നൽകിയത് കൊണ്ട് 20 കുട്ടികൾ ആത്മഹത്യ ചെയ്തു, വെറുതെ ആത്മഹത്യ ചെയ്തതാണോ? അതിനുശേഷമല്ലേ നീറ്റിൻ്റെ പ്രശ്നം വന്നതിന് ശേഷമല്ലേ പിന്നീട് നെറ്റിൻ്റെ അധ്യാപകരെ നിയമിക്കുന്ന പരീക്ഷയ്ക്ക് ഉൾപ്പെടെ കുഴപ്പം. അധ്യാപകരെ നിയമിക്കുന്ന പരീക്ഷയ്ക്കും എഞ്ചിനീയർമാരെയും ഡോക്ടർമാരെയും ഒക്കെ നിശ്ചയിക്കുന്ന പരീക്ഷയ്ക്കും അപകടം വന്നാൽ തെറ്റായ ആളുകൾ ആ സർവീസിലേക്ക് കയറുമെന്നല്ലേ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ക്ലീൻ ചിറ്റ് വന്നു എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. കുറ്റവാളി ഇന്നാളല്ലെന്നൊക്കെ ക്ലീൻ ചിറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. മൊത്തം തെറ്റായിരുന്നു, ക്വസ്റ്റ്യൻ തെറ്റായിരുന്നു, ആൻസർ തെറ്റായിരുന്നു, പരീക്ഷ തെറ്റായിരുന്നു തെളിഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നില്ല. ഇവർ സിസ്റ്റം കൃത്യമാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആദ്യഘട്ടത്തിൽ ഇവർ B ടീം ഓഫ് അല്ലേ ടെററിസ്റ്റ് എന്ന് പറഞ്ഞ്, ടെററിസ്റ്റുകളുടെ B ടീം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയെങ്കിലും ഇപ്പോൾ അവർക്ക് അങ്ങനെ അല്ലല്ലോ. കുറച്ചുകൂടി ജനകീയമായിട്ടുള്ള അംഗീകാരം വരുന്നുണ്ട്. ഞങ്ങൾ ഈ കാര്യത്തെ കാണുന്നത്, ഞങ്ങളിതുപോലെ ഞങ്ങളൊക്കെ മുൻ SFI പ്രവർത്തകരാണ്. ഇത്ര ഒരു അജിറ്റേഷൻ നടക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിനകത്തും ഇതൊരു ന്യായമായ അജിറ്റേഷനാണ്. അജിറ്റേഷൻ നടത്തുമ്പം ആ അജിറ്റേഷൻ എടുത്തേക്ക് ഞങ്ങൾ വന്നത് അതുകൊണ്ടാണ്. ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തുമുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾ ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഈ നാടിനകത്തുണ്ടാകുന്ന എത്രയോ വലിയൊരു പ്രശ്നമാണ്. അത് ഗവൺമെൻറ് കാണുന്നില്ല. എന്ത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാലും സമരം ചെയ്യുന്നവരെ തീവ്രവാദി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആ പ്രശ്നം തീരാൻ പോകുന്നില്ല. ഇനി ആ ഒരു വിഷയം കൂടി ചോദിച്ചോട്ടെ, PM ശ്രീയുടെ ആ ഒരു ലേഖനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്, അതായത് മുഖ്യമന്ത്രി ആ ലേഖനം ഞങ്ങളൊന്നും വായിച്ചില്ല. ഇപ്പോൾ ഇവിടെ കാണേണ്ട ഒരു ഭാഗം എന്ന് വെച്ചാൽ UDF ഗവൺമെൻറ് വല്ലാത്ത പ്രതിരോധത്തിലാണ്.
ഇപ്പോൾ PM ശ്രീ പ്രശ്നമാകാം, വന്ദേമാതരത്തിന് പൂർണ്ണമായിട്ടും ആലപിച്ച കാര്യം, ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായും വിധേയമായത്, സർവകലാശാല വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ സംസ്ഥാനവുമായിട്ട് ഒരു തരത്തിലുള്ള കൂടിയാലോചന നടത്താതെ ചാൻസലർ നിയമിച്ചിട്ടും ഇതുവരെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു പൊതു പ്രതികരണം പോലും നടത്താതിരിക്കുന്ന പ്രശ്നം, വിഴിഞ്ഞത്തെ സംബന്ധിച്ച് കരാർ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ടായിട്ട് ജനങ്ങളാകെ അതിനെതിരെ നിൽക്കുന്ന മറ്റു പ്രശ്നങ്ങൾ, PM ശ്രീ അറബിക്കടലിലേക്ക് ഞങ്ങൾ വന്നാൽ വലിച്ചെറിഞ്ഞ് കളയും എന്ന് പറഞ്ഞവർ അവരെ നടത്തിപ്പുകാരായി മാറിയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒരു 50 ദിവസത്തിനുള്ളിൽ ഇത്രമാത്രം തുറന്നു കാട്ടപ്പെട്ട അല്ലെങ്കിൽ നിലപാടുകളിൽ അവസരവാദ സമീപനം സ്വീകരിച്ച ഇത്തരം ശക്തികളുമായി സന്ധി ചെയ്യുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായെന്ന് വരില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത്തരം പ്രതിരോധത്തിനാകുന്ന UDF-നെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പുറത്തെ ചില വിവാദങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ? PM ശ്രീയുടെ കാര്യത്തിൽ വേറെ പ്രശ്നങ്ങളില്ലല്ലോ. PM ശ്രീ ഞങ്ങൾ ചർച്ച ചെയ്തു, അതിനകത്ത് വകുപ്പ് ഒപ്പിട്ട കാര്യം അത് ശരിയായില്ല എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ടായിരുന്നു, ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ തന്നെ മന്ത്രിസഭ ചർച്ച ചെയ്തു. മന്ത്രിസഭ ചർച്ച ചെയ്തുകൊണ്ടാണ് PM ശ്രീയുടെ സംബന്ധിച്ച് ക്യാപ്റ്റൻ അബയൻസ് വെച്ചിട്ടുള്ളത്. ആ ക്യാപ്റ്റൻ അബയൻസ് വെച്ചിട്ടുള്ളിടത്തും ഇന്ന് നിങ്ങൾ എന്തുകൊണ്ട് മാറുന്നില്ല എന്നാണ് നേരത്തെ ചോദിച്ചിരുന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ കാണേണ്ടത്, ഞങ്ങൾ വന്നാൽ ഇത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ ആളുകൾ ഞങ്ങൾ മിന്നെടുത്തുനിന്ന് അപ്പുറത്തേക്ക് പോയിരിക്കുന്നു, അവന് നടത്തിപ്പുകാരായി മാറിയിരിക്കുന്നു. അവിടെയാണ് പ്രശ്നം. ഞങ്ങൾ എവിടെ നിന്നു അവിടെയെങ്കിലും അവർക്ക് നിൽക്കണ്ടേ? ശരി, ഒപ്പിട്ടു, അതിനകത്ത് നിയമപ്രശ്നങ്ങളുണ്ട്, ഞങ്ങളെ പരിശോധിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ് നടപ്പിലാക്കുന്നതിനുള്ള മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടില്ല. അവിടെ നിന്ന് ഒരു ഇഞ്ച് പോലും ഞങ്ങൾ മുന്നോട്ട് പോകില്ല എന്നെങ്കിലും പറയേണ്ടതിന് പകരം ഇവൻ്റെ നടത്തിപ്പുകാരായി ചാമ്പ്യന്മാരായി മാറുന്ന അവസ്ഥ കാണുമ്പോൾ അതല്ലേ യഥാർത്ഥത്തിൽ അങ്ങേയറ്റം അവസരവാദ നിലപാട്. അതിന് അലങ്കാരമായിട്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തും പറയാലോ, പക്ഷെ ഭരണപക്ഷത്തിരിക്കുമ്പോൾ അത് ബാധകമല്ല എന്ന് പറയാൻ യാതൊരു മടിയുമില്ലാത്ത ആളുകൾ മന്ത്രിമാരായിരിക്കുന്നു, അധികാരത്തിന്റെ ഭാഗമായി വരുന്നു എന്നതാണ് നമ്മൾ ഗൗരവമായി കാണേണ്ട ഭാഗം. ലേഖനം ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഓരോ ലേഖനങ്ങൾക്കെല്ലാം നമ്മൾ മറുപടി പറയാൻ പറ്റില്ല. അതൊക്കെ നേരത്തെ നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അറിയില്ലേ? മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞ അതിലെന്താ പുതിയ വാർത്ത? എന്താ നമ്മൾ പറയേണ്ടത്? പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ. നേരത്തെ കണ്ടു, വകുപ്പ് ഒപ്പിട്ടു, മന്ത്രിസഭ ചർച്ച ചെയ്തിട്ടില്ല. ഇതെല്ലാം ഒത്തിരി തവണ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളല്ലേ, നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് ജനങ്ങളെ അറിയിച്ച കാര്യങ്ങളല്ലേ. അതിന് പുതുതായിട്ട് എന്താ വാർത്താ സ്വഭാവം ഉള്ളത്? പറഞ്ഞിരുന്ന പക്ഷത്ത് നിന്ന് പ്രതിപക്ഷത്ത് ആയിരുന്ന അന്നത്തെ കോൺഗ്രസും ഒക്കെയാണ് അതാണ് നമ്മൾ നോക്കേണ്ടത്. അന്ന് അത് കൊണ്ടുവന്നിട്ടുള്ളത് അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളെന്നുള്ളത് കൂടി പരിഗണിക്കാം. അല്ല, ഞാൻ ഇപ്പൊ ഞാൻ വായിച്ചിട്ടില്ല. അതിനൊക്കെ മറുപടി പറഞ്ഞ കാര്യം നിങ്ങൾ പറഞ്ഞതനുസരിച്ച് വകുപ്പ് മന്ത്രിസഭ അറിയാതെ ഒപ്പിട്ടു. അത് പബ്ലിക് ഡൊമൈനിൽ ഉള്ളതാണല്ലോ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ തന്നെ തുറന്നു പറഞ്ഞതും. മന്ത്രിസഭ തന്നെ ചർച്ച ചെയ്തിട്ട് അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്ന് മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണല്ലോ. അതും വ്യക്തമാക്കിയുള്ളൂ. എന്നാൽ ഇത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനായിട്ട് ശ്രമം നടന്നു. അങ്ങനൊരു ഇതാണ് ഡീലിൻ്റെ ലിങ്ക്, ഇതാണ് PM ശ്രീ ആണെന്ന് പറഞ്ഞു RSS പദ്ധതി നടപ്പിലാക്കാൻ. അത് പറഞ്ഞയാൾ മുഖ്യമന്ത്രിയാണ്. അതാണ് ലിങ്ക് എങ്കിൽ അപ്പോൾ അദ്ദേഹം ഈ ഗവൺമെൻറ് RSS പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി മുൻകൈ എടുക്കുന്നു. അപ്പോൾ അതിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് വരുന്ന ചില വ്യാഖ്യാനങ്ങളാകാം, മറ്റു കാര്യങ്ങളിലേക്ക് എടുക്കേണ്ടതില്ല. ഈ വിഷയം പറഞ്ഞ ഒരാൾ പറഞ്ഞില്ലേ, അത് അതിന് വ്യത്യസ്തമായിട്ട് ഒന്നുമില്ലല്ലോ. ഇക്കാര്യത്തെ സംബന്ധിച്ച് വളരെ ക്ലിയറായി പറഞ്ഞു. അതിനെ മുന്നോട്ട് പോകുന്ന അതിന് വിമർശനവും CPM അടക്കം ഉയർത്തുന്നുണ്ട്. പക്ഷേ CPM-ന്റെ കൂടെ മുഖ്യമന്ത്രിയുടെ ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് പറയുന്നത് പിന്മാറാൻ പറ്റത്തില്ല. അല്ല, അത് വളരെ ക്ലിയർ ആണല്ലോ. പിന്മാറാൻ പറ്റുമോ ഇല്ലോ എന്നുള്ള സാങ്കേതികതയുടെ പ്രശ്നമൊന്നുമില്ല. സുപ്രീം കോടതി എന്താ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത്? സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾക്ക് PM ശ്രീ നടപ്പിലാക്കാൻ പറ്റുന്നില്ല, കാരണം കേരള ഗവൺമെൻറ് അതിൻ്റെ ഫൈനൽ കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞതിനപ്പുറം ഏതെങ്കിലും കാര്യം ഏതെങ്കിലും ലേഖനത്തിൽ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം സുപ്രീം കോടതി തന്നെ പറഞ്ഞു, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ PM ശ്രീ നടപ്പിലാക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട്, കാരണം കേരളം അടുത്ത സ്റ്റെപ്പ് എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ക്ലിയറാണ്, ഞങ്ങളത് നടപ്പിലാക്കുന്നില്ല എന്ന് തീരുമാനിച്ചതാണ്. അതിന് സംശയമേ ഇല്ല.